റിലീസിന് മുൻപ് തന്നെ പ്രിന്റ് ലീക്കായ സിനിമ. 1.2 കോടിയിലധികം ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 6 മാസത്തിനുമേലെ വെള്ളി വെളിച്ചം കാണാതെ പെട്ടിയിൽ തന്നെ പെട്ടുപോയ സിനിമ. സാധാരണഗതിയിൽ അങ്ങനെയൊരു സിനിമയുടെ ഭാവി എന്താകും എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ കഥ മറിച്ചാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ ഇതേ സിനിമ ഇന്ന് കുതിപ്പിലാണ്. ദളപതി വിജയ് എന്ന ഒറ്റ പേര് മതി അസാധ്യമായതൊക്കെ സാധ്യമാക്കാൻ. വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ ജൂലൈ 23-ന് റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗിൽ ട്രെൻഡിങ്ങിലാണ്. അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പണായി ആദ്യ ദിനം തന്നെ 10 കോടിയോളം രൂപ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വൻ ഡിമാൻഡാണ് കാത്തിരിപ്പിനൊടുവിൽ ജനനായകനുള്ളത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ആദ്യ ദിനം മാത്രം 3,57,022 ടിക്കറ്റുകൾ വിറ്റുകഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ മാത്രം ആദ്യ ദിനം 7.17 കോടി രൂപയിലധികം രൂപയുടെ ടിക്കറ്റ് വിൽപ്പന നടന്നു കഴിഞ്ഞു. കേരളത്തിലും വൻ സ്വീകാര്യതയാണ് ജനനായകനുള്ളത്. കേരളത്തിൽ ജനനായകന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പണായി 2.5 മണിക്കൂറിനകം തന്നെ 1 കോടിക്ക് മുകളിൽ പ്രീസെയിൽ നടന്നു കഴിഞ്ഞിരുന്നു. എമ്പുരാൻ ഇറങ്ങും മുൻപ് കേരള ബോക്സ് ഓഫീസിന്റെ പ്രീസെയിലിൽ ഒരു തമിഴ് താരത്തിന്റെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ വിജയ് മാർക്കറ്റ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നുകൂടി ഉഷാറാവുകയാണ് ഇപ്പോൾ ജനനായകനിലൂടെ. നിലവിൽ 2026 ട്രെൻഡ് നോക്കിയാൽ ദൃശ്യം 3ക്ക് തൊട്ട് താഴെയാണ് ജനനായകന്റെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാറ്റസ്. വിദേശത്തും വൻ ഡിമാൻഡാണ് ജനനായകനുള്ളത്. ഇന്ത്യക്ക് പുറത്ത് 12 കോടി രൂപയ്ക്കടുത്ത് അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എത്തിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ആദ്യ ഷോ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജനനായകന്റെ ലോകമെമ്പാടുമുള്ള പ്രീസെയിൽസ് 21 കോടി രൂപയിലധികമാണെന്ന് വ്യക്തമാണ്. ഇത് വിജയ് മാജിക് അല്ലാതെ മറ്റൊന്നുമല്ല. ഒരു വിജയ് പടം സാധാരണ വരുമ്പോൾ തന്നെ അതൊരു ഉത്സവമാണ് ആരാധകർക്ക്. അപ്പോൾ പിന്നെ ദളപതിയുടെ അവസാന സിനിമയായി, അതും മുഖ്യമന്ത്രി വിജയ് എന്ന ലേബലോടെ എത്തുന്ന സിനിമ പ്രേക്ഷകർ പഴയതിലും ആവേശത്തിൽ ഏറ്റെടുത്തില്ല എങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ജനുവരി 9 എന്ന റിലീസ് തീയതി മാറ്റി വച്ചെടുത്തു നിന്ന് പല പ്രതിസന്ധികളും കടന്ന് ഒരു പോസിറ്റീവ് എൻട്രിയിലേക്കാണ് ജനനായകൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത്രയേറെ ഡിമാൻഡ് വരാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ: ദളപതി വിജയ് എന്ന ബ്രാൻഡ് നെയിം. സ്ക്രീനിൽ അതിനി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡോടെ എത്തുമ്പോൾ മുമ്പത്തേതിൽ 10 മടങ്ങ് ആവേശമാണ് ആരാധകർക്ക്. ആദ്യ വരവിൽ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി റിയൽ ലൈഫിൽ മാസായ വിജയുടെ റിയൽ ലൈഫ് അവസാന മാസ് ഷോ യെസ് ദാറ്റ് വൺ ലാസ്റ്റ് ഡാൻസ് കാണാനാണ് ആരാധകർ ഇത്രയും ആവേശത്തോടെ കാത്തിരിക്കുന്നത്. പ്രതിസന്ധികളിൽ തകർന്നു പോകേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെ ബോക്സ് ഓഫീസിലെ പുതു റെക്കോർഡുകൾക്ക് കാരണമാകുമോ എന്ന് ഇനി നമുക്ക് ഉടനെ അറിയാം.